ഇവരൊക്കെയും ഈ സിനിമയിലേക്ക് വന്നത് ഈ സിനിമ നൽകുന്ന പ്രതിഫലം മോഹിച്ചിട്ടല്ല. ഇതിനങ്ങനെ വലിയ ഒരു പ്രതിഫലം കൊടുക്കാനുള്ള താങ്ങ് നമുക്കില്ലായിരുന്നു. ഇവരൊക്കെയും കൃഷാന്തിനോടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ എൻ്റേതായിട്ട് എന്തെങ്കിലും ഈ സിനിമയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ആ സിനിമയിലുണ്ടായ ആ ലൊക്കേഷനിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നോട്ടീസ് ചെയ്യപ്പെടാതെ പോയ 2 ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അത് കൃഷാന്ത് തന്നെ പറഞ്ഞ എന്നോട്, ചേട്ടാ എല്ലാവർക്കും നല്ല കൈയ്യടി കിട്ടുന്നുണ്ട്, എല്ലാവരെ പറ്റി നല്ലത് പറയുന്നുണ്ട്, പക്ഷേ 2 ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ആരും ഒന്നും പറയില്ല. അതിലൊന്നാണ് മ്യൂസിക്കിനെ പറ്റിയൊക്കെ നല്ല ഇതാണ്, അതിലൊന്നാണ് മേക്കപ്പ്, മറ്റൊന്നാണ് ആർട്ട് ഡയറക്ഷൻ. ഇതിനെപ്പറ്റി ആരും മെൻഷൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇറ്റ് വാസ് സോ നാച്ചുറൽ. മേക്കപ്പ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, ആർട്ട് ഡയറക്ഷൻ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഭയങ്കര ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഞാൻ സിനിമയിൽ അങ്ങനെ മേക്കപ്പ് ഇട്ട് അഭിനയിക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ഈ പടത്തിൽ എൻ്റെ തലയിലെ മുറിവ് തന്നെ ഒരു 10-20 ടൈപ്പ് ഓഫ് മുറിവുകളുണ്ട്. എപ്പോഴും എൻ്റെ തലയിൽ ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു മാർക്ക്, ജന്മന ഒരു മാർക്ക് ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ ജോ ലൈൻ പുള്ളി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തായിരുന്നു. മീൻസ് അതൊക്കെ ഒരിക്കലും നമുക്ക് നോട്ടീസ് ചെയ്യത്തില്ല. ഈ ചുളിവുകൾ ഇടുന്നതും കണ്ണ് ഇരിക്കുന്നതും വീർപ്പിക്കുന്നതും ഒക്കെ അത് മാത്രമല്ല മേക്കപ്പ്. എത്ര സട്ടിലായിട്ട് ആക്ടിങ് സട്ടിലായിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ കൈയടിക്കുന്നു, അതുപോലെ തന്നെ ഭയങ്കര സട്ടിൽ മേക്കപ്പാണ്. ആർട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിരുന്നു. ആ കിണർ, വീട്ടിലെ ഓരോ പ്രോപ്പർട്ടീസ്, അതൊക്കെ വളരെ നാച്ചുറലായിരുന്നു. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും അതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തതല്ല. സോ ഇതിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് റിവ്യൂസ് വായിക്കുമ്പോൾ